ഓക്കെ. ഹെവി റെയിൻ ഫോർകാസ്റ്റ് അക്രോസ് നോർത്ത് ഇന്ത്യ. ന്യൂസ് പേപ്പറിന്റെ ഹെഡിങ് തലക്കെട്ട് വായിക്കുമ്പോൾ മസാല ചേർക്കാൻ മറക്കരുത്. ചേർത്തേക്കാം, കണ്ടോളി. ഹെവി റെയിൻ. ഹെവി റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത മഴ എന്ന്, അല്ലേ? ആണല്ലോ. ഹെവി, കനത്ത, റെയിൻ, മഴ. ഇനി ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാലോ, ഫോർകാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചിച്ചു എന്നർത്ഥം. പ്രവചിച്ചു. ഈ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന വെർബ് ഉണ്ടല്ലോ, അതിന്റെ കഴിഞ്ഞു പോയത്, അതിന്റെ പാസ്റ്റും എന്താണ്? സെയിം ആണ്. ഫോർകാസ്റ്റ് സ്പെല്ലിംഗ് സെയിം ആണ്. അപ്പൊ എന്തായി? ഹെവി റെയിൻ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത മഴ പ്രവചിച്ചു. കനത്ത മഴ പ്രവചിച്ചു എന്നാ. അത് മസാല ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ്? കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് പ്രവചിച്ചു എന്നാണ്. എന്താണ്? കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് പ്രവചിച്ചു. എവിടെ? അക്രോസ്. അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനീളം. എന്താണ്? ഉടനീളം. നോർത്ത് ഇന്ത്യ, വടക്കേ ഇന്ത്യ. അപ്പൊ എന്തായി? അക്രോസ് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യ ഉടനീളം. വടക്കേ ഇന്ത്യ ഉടനീളം കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് പ്രവചിച്ചു എന്നായി. നമ്മൾ ഈ സാധാരണ സെന്റൻസ് എഴുതൂലേ, അല്ലേ? ഹെഡിങ് തലക്കെട്ട് എഴുതുമ്പോൾ പലപ്പോഴും സാധാരണ സെന്റൻസ് എഴുതുന്ന പോലെ എഴുതാറില്ല, അല്ലേ? അവിടെ ഈ ഹെൽപ്പിംഗ് വെർബ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരു ഇതാക്കി എഴുതും, ഒരു പ്രത്യേക സ്പെഷ്യൽ ആക്കി എഴുതും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ വായിക്കുമ്പോൾ കുറച്ച് മസാല ഒക്കെ ചേർത്ത് വായിക്കാം. അപ്പോൾ അതൊക്കെയാണല്ലോ, അതൊക്കെയാണ്. ഇനി നമ്മുടെ ഇതിൻ്റെ മെയിൻ മെസ്സേജിലേക്ക് കടക്കാം. ഇതാ കണ്ടോളി. ഹെവി മൺസൂൺ റെയിൻസ്. ഹെവി മൺസൂൺ റെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത മൺസൂൺ മഴ എന്നാണ്. കനത്ത മൺസൂൺ മഴ. ആർ എക്സ്പെക്റ്റഡ്. ആർ എക്സ്പെക്റ്റഡ് എന്താണ്? സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ. ഇതാ കണ്ടോളി. നമുക്കറിയാം എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലേ? പ്രതീക്ഷിക്കുക ആണല്ലോ, പ്രതീക്ഷിക്കുക. പക്ഷേ ന്യൂസിനെ കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ വെതർ, കാലാവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന് ഒരു മീനിങ് കൂടി, ഒരു അർത്ഥം കൂടി ഉണ്ട്. അതാണ് സാധ്യത. എന്താ പറഞ്ഞാൽ എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എക്സ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിക്കുക എന്നാണ്. അതിന് മറ്റൊരു അർത്ഥം കൂടി, സാധ്യത. എപ്പോഴാണ്? ന്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ കേട്ടോ. അതും പഠിച്ചു വെച്ചേക്കാം. കണ്ടോളി. ഹെവി മൺസൂൺസ് റെയിൻസ് ആർ എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കനത്ത മൺസൂൺ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ്. കനത്ത മൺസൂൺ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന്. ഓക്കെ, സാറ് പറഞ്ഞു എക്സ്പെക്ട്, സാധ്യത. ഓക്കെ, അതും ഓക്കെയാണ്. പക്ഷെ ഈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നല്ലേ? ആണല്ലോ. അത് തീർച്ചയായിട്ടും ആർന്ന് പറഞ്ഞാൽ ആകുന്നു ആണ് എന്നാണ്. പക്ഷെ സാധ്യത എന്ന് പറയുന്ന വേർഡുമായി മാച്ച് വരുന്നുണ്ടോ? ആണെന്നുള്ളത്. സാധ്യത ആണ്, സാധ്യത ആകുന്നു. അതിനേക്കാൾ നല്ലതാണ് സാധ്യത ഉണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആറിന് ഉണ്ട് എന്നുള്ള അർത്ഥം വെച്ചത്. അത് ഓക്കെയാണല്ലോ, അതും ഓക്കെയാണ്. ഓക്കെ. അപ്പൊ എന്തായി? ഹെവി മൺസൂൺസ് റെയിൻസ് ആർ എക്സ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത മൺസൂൺ മഴയ്ക്ക് സാധ്യതയുണ്ട്, അല്ലേ? ഉണ്ട്. ടു എഫക്ട്. എഫക്ട് എന്ന് പറഞ്ഞല്ലോ ബാധിക്കുക എന്നാണ്. ബാധിക്കുക. അപ്പൊ ടു എന്നല്ലോ എന്തായി? ടു എഫക്ട്, ബാധിക്കാൻ. എന്താണ്? ബാധിക്കാൻ. അപ്പൊ ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നായി. ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തിനെ ബാധിക്കാൻ? അല്ലെങ്കിൽ ആരെ ബാധിക്കാൻ? കണ്ടോളി, അത് കണ്ടോളി. സെവറൽ. സെവറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി. എന്താണ്? നിരവധി. പാർട്സ് എന്നല്ലോ ഭാഗങ്ങൾ. അപ്പോൾ നിരവധി ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നായി. ഓക്കെ ആണല്ലോ. അതാണ് നിരവധി ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓഫ് നോർത്തേൺ ഇന്ത്യ. ഓഫ് നോർത്തേൺ ഇന്ത്യ. അപ്പൊ എന്തായി? വടക്കേ ഇന്ത്യയുടെ. ഇവിടെ ഓഫ് എന്ന് പറഞ്ഞാൽ യുടെ നാട്ടോ, യുടെ. അപ്പൊ എന്തായി? വടക്കേ ഇന്ത്യയുടെ നിരവധി ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നായി. എന്ത് ബാധിക്കാൻ? നമ്മുടെ കനത്ത മൺസൂൺ മഴ. പിന്നെ പറയാണ് ദിസ് വീക്ക്. എന്താണ് ദിസ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച. അപ്പൊ ഈ സെന്റൻസിന്റെ കംപ്ലീറ്റ് മീനിങ് അല്ലെ നമ്മുടെ മനസ്സിൽ വന്നല്ലോ. ഒന്നും കൂടി വായിച്ചേക്കാം. കണ്ടോളി, ഒന്നും കൂടി ഇവിടെ വരെ വായിച്ചേക്കാം. ഹെവി മൺസൂൺ റെയിൻസ് ആർ എക്സ്പെക്റ്റഡ് ടു എഫക്ട് സെവറൽ പാർട്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ ദിസ് വീക്ക്. എന്ന് വെച്ചാൽ കനത്ത മൺസൂൺ മഴ ഈ ആഴ്ച വടക്കേ ഇന്ത്യയുടെ നിരവധി ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നായി. ഓക്കെ ആണല്ലോ, ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് കടക്കാം. ഇതാ കണ്ടോളി. ദി ഇന്ത്യ മെറ്ററോളജിക്കൽ. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഉച്ചരിക്കാവുന്നതാണ്. ഒന്നാമതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ്. ഇന്ത്യൻ ഇംഗ്ലീഷിൽ എന്താണ്? മെറ്ററോളജിക്കൽ എന്ന് വായിക്കാം, മെറ്ററോളജിക്കൽ. അടുത്താണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമുക്ക് ഇവിടെ മെറ്റ എന്നുള്ള വായിക്കാം, മിറ്റീരിയോളജിക്കൽ എന്ന് വായിക്കാം, മിറ്റീരിയോളജിക്കൽ. എന്താണ്? മിറ്റീരിയോളജിക്കൽ. എങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലായാൽ മതി, അല്ലേ?
എന്താണ്? കാലാവസ്ഥ എന്നർത്ഥം, കാലാവസ്ഥ. അപ്പൊ എന്താ? ഇന്ത്യയുടെ കാലാവസ്ഥ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വകുപ്പ്. എന്ത്? അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥ വകുപ്പ് ഹാസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പെടുവിച്ചു എന്നാണ്. പുറപ്പെടുവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുറപ്പെടുവിച്ചു. ഓക്കെ, അപ്പൊ എന്ത് പുറപ്പെടുവിച്ചു? ഇതാ കണ്ടോളി, എ യെല്ലോ അലേർട്ട്. എ അലേർട്ട് എന്ന് പറഞ്ഞാൽ ജാഗ്രത, എ എന്ന് പറഞ്ഞാൽ ഒരു, യെല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ. അപ്പൊ ഒരു മഞ്ഞ ജാഗ്രത. ഇവിടെ എ യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞ ജാഗ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് എന്നാണ്. എന്താണ്? ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് എന്നാണ്. അപ്പൊ എന്തായി? ഇന്ത്യയുടെ കാലാവസ്ഥ വകുപ്പ് ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു എന്നായി. ഓക്കെ ആണല്ലോ? എന്താണ്? ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഓക്കെ, ഇനി ഇതാ ഇവിടെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇതാ കണ്ടോളൂ. ഫോർ, ഇവിടെ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി എന്നല്ല അർത്ഥം. വേണ്ടി എന്നല്ല അർത്ഥം. അല്ല സാർ, അപ്പൊ ഫോറിന് വേണ്ടി എന്നല്ല അർത്ഥം. അതെ, ഫോറിന്റെ യഥാർത്ഥ മീനിങ് എന്താണ്? വേണ്ടി എന്നാണ്. പക്ഷെ ഫോറിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? അതാണ് കാരണം. എന്താണ്? കാരണം എന്നർത്ഥം. കാരണം. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ ഉണ്ടല്ലോ, സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 136 136 136 വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോർ കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കാരണം എന്നുള്ളതിനെ നമ്മൾ ബിക്കോസ് ആണ്, തീർച്ചയായിട്ടും ബിക്കോസ് ആണ്. ബിക്കോസ്, സിൻസ് കാരണം, ഫോർ കാരണം, ആസ് കാരണം, ഇതൊക്കെ കാരണത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പേജ് നമ്പർ 136 നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അത് നിർബന്ധമായിട്ട് വായിക്കട്ടോ. വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ്? കാരണം അല്ലെങ്കിൽ ഉള്ളതിനാൽ എന്നൊക്കെ അർത്ഥം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഉള്ളതിനാൽ. ഇതാ കണ്ടോളി. ഹെവി എന്ന് പറഞ്ഞാൽ കനത്ത, അല്ലെ, അല്ലെങ്കിൽ ശക്തമായ, കനത്ത. ടു, ഇവിടെ ടു എന്ന് പറയുന്നത് എന്താ പറയുക? മുതൽ എന്നാണ്. മുതൽ നമ്മളല്ലേ 5 മണി മുതൽ 6 മണി വരെ, 5 to 6 o'clock പറയല്ലേ. 7 മണി മുതൽ 8 മണി വരെ, 7 to 8 o'clock, അല്ലെങ്കിൽ 7 to 8. 6 മുതൽ എന്നാണ്. മുതൽ അല്ലേ. 5 മണി മുതൽ 6 മണി വരെ, 7 മണി മുതൽ 8 മണി വരെ എന്ന് പറയാമല്ലോ. അതേ വേണം. അതുകൊണ്ടോ കനത്ത മുതൽ വെരി ഹെവി റെയിൻഫോൾ എന്ന് പറയുന്നത് വളരെ ശക്തമായ മഴ. അപ്പൊ എന്തായി? കനത്ത മുതൽ വളരെ ശക്തമായ മഴ വരെ ഉള്ളതിനാൽ അല്ലെങ്കിൽ ഉള്ളത് കാരണം. എന്താണ്? ഒന്നുകൂടി ഒന്നുകൂടി. ഫോർ ഹെവി ടു വെരി ഹെവി റെയിൻഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത മുതൽ വളരെ ശക്തമായ മഴ വരെ ഉള്ളതിനാൽ അല്ലെങ്കിൽ ഉള്ളത് കാരണം. എന്താണ്? ഉള്ളത് കാരണം ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പ് എന്തായി? ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു എന്നായി. ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കണ്ടോ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒന്നുകൂടി ശ്രദ്ധിച്ചോളാണ്. കനത്ത മുതൽ വളരെ ശക്തമായ മഴ വരെ ഉള്ളത് കാരണം അല്ലെങ്കിൽ ഉള്ളതിനാൽ എന്നൊക്കെ അർത്ഥം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി എവിടൊക്കെയാണ്? ഇൻ ഹിമാചൽ പ്രദേശത്തിൽ, അതുപോലെ ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന ആൻഡ് ഡൽഹി. ഈ 5 സംസ്ഥാനത്തിൽ കനത്ത മുതൽ വളരെ ശക്തമായ മഴ വരെ ഉള്ള കാരണത്താൽ അല്ലെങ്കിൽ ഉള്ളത് കാരണം എന്തായി? നമ്മുടെ ഇന്ത്യ കാലാവസ്ഥ വകുപ്പ് ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് എന്താണ് പുറപ്പെടുവിച്ചു എന്നായി. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇതൊരു 3-4 തവണ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ ശരിയാവും. അത്ര സിമ്പിളാണ്. ഇത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവലുള്ള സെന്റൻസ് ആട്ടോ. കണ്ടോ? ദ ഹിന്ദു കുറച്ചൊരു അഡ്വാൻസ് ലെവലുള്ള സെന്റൻസുകളാണ്. ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണേ. കണ്ടോളെ. അടുത്താണ് അതോറിറ്റീസ്. എന്താണ്? അതോറിറ്റീസ്, അധികൃതർ അല്ല ഉദ്യോഗസ്ഥർ. അപ്പൊ അധികൃതർ ഹാവ് അഡ്വൈസ്. ഇവിടെ ഉണ്ടോ? ഹാവ് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിച്ചു എന്നാണ്. അല്ലെങ്കിൽ ഉപദേശിച്ചിട്ടുണ്ട് എന്നായി. ആരെ? പീപ്പിൾ, ജനങ്ങളെ. അപ്പൊ എന്താ? അധികൃതർ ജനങ്ങളെ ഉപദേശിച്ചു. എന്തിന്? ടു റിമെയിൻ കോഷ്യസ്. ഇവിടെ റിമെയിൻ കോഷ്യസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ഇരിക്കുക എന്ന് പറഞ്ഞേ. ശ്രദ്ധയോടെ ഇരിക്കുക എന്ന് വെച്ചാൽ ജാഗ്രത പാലിക്കുക എന്നാണ്. ഇതൊന്ന് എഴുതി വെച്ചോട്ടോ.
റിമെയിൻ കോഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത പാലിക്കുക. അപ്പൊ എന്തായി 2 വന്നല്ലോ. അപ്പൊ ജാഗ്രത പാലിക്കാൻ ജനങ്ങളെ ഉപദേശിച്ചു. ആര്? അധികൃതർ. ആൻഡ് അതുപോലെ തന്നെ ഇത് മാത്രമല്ല, അതുപോലെ തന്നെ അവോയ്ഡ് ഒഴിവാക്കാൻ. അപ്പൊ ഒഴിവാക്കാൻ ഉപദേശിച്ചു. എന്ത് ഒഴിവാക്കാൻ അറിയോ? അൺനെസസറി അനാവശ്യമായ ട്രാവൽ, യാത്ര. അപ്പൊ അനാവശ്യമായ യാത്രയും ഒഴിവാക്കാൻ അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ ഉപദേശിച്ചു എന്നായി, ജനങ്ങളെ ഉപദേശിച്ചു. അൺനെസസറി ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ യാത്ര. എസ്പെഷ്യലി പ്രത്യേകിച്ച്, എവിടെ? പ്രത്യേകിച്ച് ഇൻ ലോ ലൈൻ. ലോ ലൈൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രദേശം, താഴ്ന്ന പ്രദേശത്തിൽ ഇവിടെ ഉണ്ടോ? ഇൻ ലോ ലൈൻ ഏരിയാസ് പറഞ്ഞാൽ പ്രദേശങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായി? ഇൻ ലോ ലൈൻ ഏരിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ. ആൻഡ് അതുപോലെ തന്നെ ഫ്ലഡ് പ്രോൺ എന്താണ്? വെള്ളപ്പൊക്കം സാധ്യതയുള്ള, PRON ഇതൊന്ന് എഴുതി വെക്കണേ. പ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുള്ള. അപ്പൊ എന്തായി? വെള്ളപ്പൊക്കം സാധ്യതയുള്ള പ്രദേശങ്ങളിലും. അപ്പൊ ഈ 2 പ്രദേശങ്ങളിലും വെറുതെ ഒരാവശ്യമില്ലാതെ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനും ജനങ്ങളെ ഉപദേശിച്ചു. വെറുതെ യാത്ര ചെയ്യുക, അനാവശ്യമായി യാത്ര ചെയ്യുക. എവിടേക്കാണ്? താഴ്ന്ന പ്രദേശങ്ങളിലും അതുപോലെ വെള്ളപ്പൊക്കം സാധ്യതയുള്ള പ്രദേശങ്ങളിലും. അപ്പൊ അത് ഓക്കെ ആണല്ലോ? അത് ഓക്കെയാണ്. ഇനി അടുത്തുണ്ട് കേട്ടോ. ഇനി അടുത്താണ് ഫാർമേഴ്സ്, കർഷകർ. ഹാവ് വെൽക്കംഡ്, കർഷകർ സ്വാഗതം ചെയ്തു. എന്താണ്? കർഷകർ സ്വാഗതം ചെയ്തു. ആരെ? ദ റെയിൻഫോൾ. കർഷകർ മഴയെ സ്വാഗതം ചെയ്തു. കർഷകർ മഴയെ സ്വാഗതം ചെയ്തു. സെയിങ് പറഞ്ഞുകൊണ്ട്. എന്ത് പറഞ്ഞുകൊണ്ട്? ഇത് വിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുണം ചെയ്യുക എന്നാണ്. എന്തുകൊണ്ടാണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം ചെയ്യുക. അപ്പൊ വില്ല് വന്നില്ലേ? അപ്പൊ എന്തായി? വെൽ ബെനിഫിറ്റ്, ഗുണം ചെയ്യുന്നായി. അപ്പൊ ഇറ്റ് വിൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഗുണം ചെയ്യും. എന്തിന്? ക്രോപ്സ് എന്നുവെച്ചാൽ വിളകൾ. അപ്പൊ ഇത് വിളകൾക്ക് ഗുണം ചെയ്യുന്നായി അല്ലെ? ഇത് വിളകൾക്ക് ഗുണം ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ പറയുകയാണെങ്കിലോ, ഫാർമേഴ്സ് ഹാവ് വെൽക്കംഡ് ദ റെയിൻഫോൾ സെയിങ് ഇറ്റ് വിൽ ബെനിഫിറ്റ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് വിളകൾക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്, കർഷകർ മഴയെ സ്വാഗതം ചെയ്തു എന്നായി. അത് ഓക്കെയാണല്ലോ? അത് ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് കടക്കാം. തകനോളി. എമർജൻസി ടീംസ്. എന്താണ് എമർജൻസി ടീംസ് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ പറയുക? അടിയന്തര സേവന സംഘങ്ങൾ എന്നാണ്. എന്താണ്? അടിയന്തര സേവന സംഘങ്ങൾ. ഇതിനെ നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം. രക്ഷാപ്രവർത്തകർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താണ്? രക്ഷാപ്രവർത്തകർ. എന്ത് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഒന്നായി രക്ഷാപ്രവർത്തകർ എന്താ? ആണ്, അല്ലെങ്കിൽ ആകുന്നതാണ്. ഓൺ അലേർട്ട്. അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത. ഓൺ എന്ന് പറഞ്ഞാലോ ഇല്ലായി. അപ്പൊ എന്തായി? ഇപ്പോഴുണ്ടോ? എമർജൻസി ടീംസ് ആർ ഓൺ അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തകർ എന്താണ്? ജാഗ്രതയിലാണ്. എന്താണ്? രക്ഷാപ്രവർത്തകർ ജാഗ്രതയിലാണ്. എന്തിന്? കണ്ടോളി. ടു ഡീൽ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടോ? ഡീൽ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിടുക എന്നാണ്. അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക. കൈകാര്യം ചെയ്യല്ല കേട്ടോ, നേരിടുക. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിടുക. അതാണ്. അപ്പൊ 2 വന്നല്ലോ. എന്തായി? നേരിടാൻ എന്നായി. എന്താണ്? നേരിടാൻ. എന്ത് നേരിടാൻ അറിയോ? എനി, ഏതും. സിറ്റുവേഷൻ, സാഹചര്യം. അപ്പൊ എന്തായി? എനി സിറ്റുവേഷൻ, ഏത് സാഹചര്യവും. എന്തായി? ഏത് സാഹചര്യവും നേരിടാൻ രക്ഷാപ്രവർത്തകർ ജാഗ്രതയിലാണ് എന്നായി. എന്താണ്? ഒന്ന് വായിക്കാം. എമർജൻസി ടീംസ് ആർ ഓൺ അലേർട്ട് ടു ഡീൽ വിത്ത് എനി സിറ്റുവേഷൻ. ഏത് സാഹചര്യവും നേരിടാൻ രക്ഷാപ്രവർത്തകർ ജാഗ്രതയിലാണ് എന്നാണ് ഇതിനർത്ഥം. ഇത് ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത് ഓക്കെ. ഇനി നമുക്ക് അവസാന സെന്റൻസിലേക്ക് കിടക്കാവുന്നതാണ്. റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നർത്ഥം. ജനങ്ങൾ എന്നോ? അല്ല സാറേ, റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസക്കാർ, നിവാസികൾ, അല്ലെങ്കിൽ പ്രാദേശികവാസികൾ എന്നൊക്കെ അല്ല അർത്ഥം. അപ്പൊ ഇവരാരും ജനങ്ങളല്ലേ? ജനങ്ങളാണല്ലോ. അപ്പൊ നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ പോലെ കണ്ടോളി, ജനങ്ങൾ. അപ്പോ റെസിഡൻസ് ആർ ഏർജ്ഡ്. ഇവിടെ ഏർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യർത്ഥിക്കുക എന്നാണ്.
ഓക്കെ, അപ്പം എന്തായി? റെസിഡൻസ് ആർ ഏർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നായി. ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാണ്ട് കണ്ടുകൊള്ളേ. നമുക്കറിയാം ഈസ് ആം ആർ. ഈസ് ആം ആറിന്റെ കൂടെ ഏത് വെർബാണ് വരാറുള്ളത്? പറയൂ. ഈസ് ആം ആറിന്റെ കൂടെ വെർബ് ing ആണല്ലോ. ing ആണല്ലോ. ing ആണ്. ഇവിടെ ing ആണോ വന്നിരിക്കുന്നത്? അല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഇത് പാസീവ് വോയിസ് ആണ്. എന്ന് വെച്ചാൽ ഈസ് ആം ആറിന്റെ കൂടെ വെർബ് തേർഡ് ഫോം വന്നു കഴിഞ്ഞാൽ അതിനെ പാസീവ് വോയിസ് എന്ന് പറയാം. അപ്പൊ അതിനൊരു പ്രത്യേക അർത്ഥം ഉണ്ട്. എന്താ പറയുക? ചെയ്യുന്നു. നു എന്നർത്ഥം. നു ചെയ്യുന്നു. അതാ കണ്ടോളി. ഇനി പാസീവ് വോയിസിന്റെ പ്രത്യേകതയാണ് അർത്ഥം ഉണ്ടല്ലോ, മീനിങ് അത് ഇങ്ങോട്ട് തിരിച്ചു വരും. അതാ കണ്ടോളി. ഇവിടെ അഭ്യർത്ഥിക്കുന്നത് ജനങ്ങളല്ല, പിന്നെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതാണ്. അതാ കണ്ടോളി. റെസിഡൻസ് ആർ അർജഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയാം. ഈസ് ആം ആറിന്റെ കൂടെ വെർബ് തേർഡ് ഫോം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ, പാസീവ് വോയിസ്. അപ്പൊ എന്തായി? റെസിഡൻസ് ആർ അർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്തിന്? ടു ഫോളോ. ഫോളോ എന്നാണ് പിന്തുടരുക. ടു എന്നല്ല എന്തായി? ടു ഫോളോ, പിന്തുടരാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്ത് പിന്തുടരാൻ അറിയാം? ഒഫീഷ്യൽ, ഔദ്യോഗിക. വെതർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. അപ്ഡേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വിവരങ്ങൾ എന്നാണ് അല്ലെ, പുതിയ വിവരങ്ങൾ. അപ്പൊ എന്തായി? ഇവിടെ കണ്ടോ, ഒഫീഷ്യൽ വെതർ അപ്ഡേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗിക കാലാവസ്ഥയുടെ പുതിയ വിവരങ്ങൾ. അപ്പൊ ഇവിടുന്ന് വായിക്കുകയാണെങ്കിലോ, ടു ഫോളോ ഒഫീഷ്യൽ വെതർ അപ്ഡേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗിക കാലാവസ്ഥയുടെ പുതിയ വിവരങ്ങൾ പിന്തുടരാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നായി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആൻഡ് അതുപോലെ തന്നെ, ഇത് മാത്രമല്ല, അതുപോലെ തന്നെ ടേക്ക്, എടുക്കാൻ. ടേക്ക് എന്ന എടുക്കുക. ഇവിടെ കണ്ടോ, ടു ഫോളോ, പിന്തുടരാൻ. ആ ഒരു ടു ഉണ്ടല്ലോ, ഈ ടൂവിൻ്റെ എഫക്റ്റ് ഇവിടെയുണ്ട്. ടു ടേക്ക്, എടുക്കാൻ. എന്തെടുക്കാന്ന് പറയുമോ? നെസസറി, അനിവാര്യമായ. അനിവാര്യമായ. സേഫ്റ്റി, സുരക്ഷ. പ്രിക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകരുതലുകൾ എന്നാണ്. നമ്മൾ മുൻകൂട്ടി ചെയ്യൂല ഒരുപാട് കാര്യങ്ങൾ. മുൻകരുതലുകൾ. ഓക്കെ, അപ്പൊ എന്തായി? ഇവിടെ കണ്ടോ, ടു ടേക്ക് നെസസറി സേഫ്റ്റി പ്രിക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനിവാര്യമായ സുരക്ഷ മുൻകരുതലുകൾ എടുക്കാനും ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായി. അടുത്താണ് ഇവിടെ ഡ്യൂറിങ് ദീസ് പീരീഡ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. എന്താണ് ഡ്യൂറിങ് ദീസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലയളവിൽ എന്നാണ്. ഈ കാലയളവിൽ ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സമയത്ത്. അപ്പം എന്താ ഈ സമയത്ത് എന്നാണ്. ഈ സമയത്ത് ഔദ്യോഗിക കാലാവസ്ഥയുടെ പുതിയ വിവരങ്ങൾ പിന്തുടരാനും അതുപോലെ തന്നെ എന്താണ് അനിവാര്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനും എന്തായി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായി. സെന്റൻസ് ഓക്കെ ആണല്ലോ, ഫുൾ ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഇതൊരു കുറച്ചൊരു എന്താണ് അഡ്വാൻസ്ഡ് ഇതാണ്, ആർട്ടിക്കിളാണ്. ഓക്കെ, പാരഗ്രാഫാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ മക്കളെ, എന്ത് ചെയ്യണം? നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇത് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അങ്ങനെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിലോ ഒരു 5-6 തവണ വാശി വെച്ച് കണ്ടോളൂ. കണ്ടോളി. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.